السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, നമ്മുടെ ഇന്നത്തെ വിഷയം അഡിക്ഷൻസ്, ആസക്തികൾ. അത് നമ്മുടെ സോഷ്യൽ സൈക്കോളജിയിലും ഇസ്ലാമിലും അത് എങ്ങനെയാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള വിഷയമാണ്. മൊത്തത്തിൽ നമ്മളുടെ ലക്ഷ്യം തെറ്റിച്ചു കളയുന്ന, നമ്മളല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് അഡിക്ഷൻസ്. അപ്പം നമ്മൾ പലപ്പോഴും അഡിക്റ്റ് എന്ന് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഡ്രഗ് അഡിക്റ്റ് അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്റ്റ് അല്ല. അഡിക്ഷൻസ് കുറേയുണ്ട്. നമ്മുടെ സമുദായം മൊത്തം അഡിക്ഷൻസിലാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഹുബ്ബുദ്ദുനിയ, അതെല്ലാം പെടും. ദുനിയാവിൻ്റെ അകത്തുള്ള ഏതൊക്കെ വസ്തുക്കളിൽ അടിസ്ഥാനപരമായ നമ്മുടെ കാര്യങ്ങളിൽ നിന്നും അത് അവഗണിച്ചുകൊണ്ട്, അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ ഭൗതികമായ വസ്തുക്കളിൽ ആസക്തി ഉണ്ടാക്കുന്ന സ്വഭാവത്തിൽ നമ്മുടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഹുബ്ബുദ്ദുനിയ. അല്ലെങ്കിൽ മുദ്മിനുൽ ഖംർ, മുദ്മിനുൽ മുഖദ്ദറാത്ത്, മുദ്മിനുൽ ഹുബ്, മുദ്മിനുൽ ബനാത്ത്, മുദ്മിനുൽ ദുനിയ. ദുനിയാവിനുള്ള ആസക്തി, അതിൽ പല കാറ്റഗറിയുമുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആസക്തി കാണുന്നത് സാധാരണ നല്ലവരാണെന്ന് കരുതപ്പെടുന്നവരിൽ എന്താണ്? സോഷ്യൽ മീഡിയ അഡിക്ഷൻസ്, ആഹാര വിഷയത്തിലുള്ള അഡിക്ഷൻസ്, സമ്പാദിക്കാനുള്ള ഒരു അഡിക്ഷൻ, അത് കഴിഞ്ഞ് നമ്മൾ മോശമായി കരുതുന്ന ലവ് അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻസ്. ഈ എല്ലാ അഡിക്ഷൻസിൽ നിന്നും നമ്മൾ എന്താവണം? മുക്തരാവണം. എന്നാലേ നല്ലൊരു സമ്പൂർണമായ സൗഖ്യമുള്ള, മനസ്സമാധാനമുള്ള ജീവിതം നമുക്ക് ഇഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഹയാത്തൻ ത്വയ്യിബ. ഇല്ലെങ്കിലോ പ്രശ്നത്തിൽ കലങ്ങി മറിഞ്ഞ ജീവിതമായിരിക്കും. ഇഹത്തിലും പരത്തിലും അത് വൻ നഷ്ടമുണ്ടാക്കി തരും. ഈ അഡിക്ഷൻസിന് എന്താണ് കാരണം? നമ്മുടെ ഡൊപാമൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് വളരെ ഒരു ഈക്വൽ ബാലൻസിലാണ്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചു. അല്ലദീ ഖലഖക ഫസവ്വാക, നിങ്ങൾ അത് ഏത് രൂപത്തിലാവണമോ ആ രൂപത്തിലാക്കി. ഫഅദലക, പിന്നെ അതിന് എന്തൊക്കെ അതിൻ്റെ ട്രാങ്കുലൈസേഷൻ, അതിൻ്റെ ബാലൻസിങ് സിസ്റ്റം, അതിൽപ്പെട്ട് നമ്മുടെ ബോഡിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ച 50ഓളം ഹോർമോൺസുകൾ, പ്രത്യേകിച്ച് നമ്മുടെ അമിതമായ സന്തോഷം, യുഫോറിയ, ഓവർ പ്രഷർ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണല്ലോ അമിതമായ സന്തോഷം, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടേയിരിക്കണം. അത് വലിയൊരു മാനസിക രോഗമാണ്. സയുസീബുക്കും ദാഉ മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് കാണാൻ സാധിക്കും. മുൻകഴിഞ്ഞ സമൂഹത്തിന് കടന്നുകൂടിയിട്ടുള്ള പല അസുഖങ്ങളും നിങ്ങളിലേക്ക് കടന്നുകൂടി. ഇറ്റ് വിൽ ബി ക്രപ്റ്റ് അൻടു യു. അതിൽപ്പെട്ട ഒന്നാണ് അൽ അഷ്ർ വൽ ബത്തർ, അമിതമായ സന്തോഷം, അമിതമായ ആനന്ദം. അതുപോലെ കിബിർ, അസൂയ, അങ്ങനെ 7ഓളം അസുഖങ്ങൾ എണ്ണുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ മോസ്റ്റ്ലി അസുഖബാധിതരാണ്. സോഷ്യൽ സൈക്കോളജി ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷേ ഇസ്ലാം അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ പരിപൂർണമായിട്ടും ഇസ്ലാമിലേക്ക് മടങ്ങുക. ഇവിടെ വിഷയം എന്തറിയോ? ഈ അഡിക്ഷൻസ് വരാൻ എന്താ കാരണം? നമ്മുടെ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ മെറ്റാകോഗ്നിഷൻ പവർ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കില്ല. നമ്മളെപ്പറ്റിയുള്ള സെൽഫ് അവയർനെസ് ഇല്ല. അങ്ങനെ നമ്മൾ ഗഫ്ലത്തിൽ കഴിയുമ്പോൾ നമ്മളിൽ കടന്നുകൂടുന്ന, നമ്മൾ സന്തോഷിപ്പിക്കാൻ നമ്മൾ കടന്നുകൂടുന്ന നമ്മുടെ ഹോർമോൺസിൻ്റെ ഇൻ്റർഫെറൻസ്, മനസ്സിലാണോ? ചിന്തിക്കുന്ന വിഷയമാണ്. അവിടെ പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുന്ന ഡൊപ്പൈമൈനാണ്. ഡൊപ്പൈമൈൻ അറിയപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. നമ്മുടെ ആ ന്യൂറോൺ നമ്മുടെ ഹൃദയത്തിലും തലയിലുമുണ്ട്.
ആ സമയത്ത് ഡൊപാമൈൻ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടൽ കോർട്ടെക്സ്, അതുപോലെ അമഗ്ഡൽ എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ പെർസെപ്ഷനെയും നമ്മുടെ വകതിരിവിനെയും നമ്മുടെ ഡിറ്റർമിനേഷൻ പവറിനെയും നമ്മുടെ സനാതന മൂല്യങ്ങൾ നിർണ്ണയിക്കുന്ന കാര്യങ്ങളെയും മറ്റും അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനരഹിതമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തനം കുറച്ചുകൊണ്ട് ഡൊപാമൈൻ അവിടെ എന്ത് ചെയ്യും, ഡൊമൈനായി നിൽക്കും. അപ്പോൾ നമ്മുടെ ആഗ്രഹം നമ്മൾ സഫലീകരിക്കാൻ വേണ്ടി പലതും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അഡിക്ഷനിൽ പെട്ടുപോകുന്നത്. അതിൽപ്പെട്ടാണ് ഏറ്റവും വലിയ സാമൂഹിക കുറ്റകൃത്യമായി അത് പിന്നെ പരിണമിക്കുന്ന, പലപ്പോഴും അപകടത്തിലേക്ക് ചാടുന്ന ഏതാണ്ട് 90% വരുന്ന ഒരു അഡിക്ഷൻസ്. അപ്പോൾ ആ 90% വരുന്ന അഡിക്ഷൻസ് എന്താണെന്ന് പലപ്പോഴും അത് ഫെയിലിയറായി പോകുന്ന, പരാജയത്തിൽ അവസാനിക്കുന്ന നമ്മുടെ ലവ് അഡിക്ഷൻസ്, പ്രത്യേകിച്ച് ടീൻ ഏജിൽ കാണുന്ന ലവ് അഡിക്ഷൻസ്. എന്തുകൊണ്ട്? അവിടെ ഡൊപാമൈൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ അള്ളാഹു നിക്ഷേപിച്ച നമ്മുടെ ഈ ഫീൽ ഗുഡ് എന്ന് പറയപ്പെടുന്ന 4 ഹോർമോൺസ് ഉണ്ട്. അതിൽ ഡൊപാമൈൻ, സെറോട്ടോണിയൻ, ഓക്സിറ്റോസിൻ, അതുപോലെ തന്നെ പിന്നെ മറ്റു ചില ഈ നാല് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടിങ്ങിൽ വർക്ക് ചെയ്യുന്നതാണ് ഡൊപാമൈനാണ്. ഈ ഡൊപാമൈൻ എന്ന് പറയുമ്പോൾ ആനന്ദം കണ്ടെത്താൻ വേണ്ടി ഇത് എന്തോ ആയിക്കോട്ടെ, മനുഷ്യൻ്റെ അവൻ്റെ ആഗ്രഹം, അവൻ നഫ്സ് ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെ കണ്ടെത്താൻ വേണ്ടിയുള്ള അവൻ്റെ ത്വര, അത് കൂടുതലും ഒപ്പോൾ സെക്സ് ആകുമ്പോൾ, കുട്ടികൾ ടീനേജ് ആകുമ്പോൾ തുടങ്ങുന്നു. ആ സമയത്ത് അത് കൺട്രോൾ ആയില്ലെങ്കിലോ അവൻ്റെ ബുദ്ധിപരമായ മരവിപ്പ് അല്ലെങ്കിൽ അവൻ്റെ ന്യൂറോൺസിനെ പലപ്പോഴും ഇനാക്റ്റീവാക്കി മാറ്റും. അവൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിപുലമായ ഒരു വിഷയമാണ് അഡിക്ഷൻസ്. ഇൻഷാ അല്ലാഹ് ഇത് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് തുടർന്ന് 2-3 ക്ലിപ്പിൽ കേൾക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാം കേൾക്കുക. ആ വിഷയം അത് കാലികമാണ്, മാത്രമല്ല എല്ലാവരും ഉൾക്കൊള്ളേണ്ട വിഷയമായതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി മറ്റ് കൂട്ടറിലേക്കും അത് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.